ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. ഗൈസ് ഒരു കിട്ടിലും പോലത്തെ സ്കോഡ് റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. എന്താ ഗൈസ്, എന്റെ കൂടെ ഉണ്ടല്ലോ സരസും അതേപോലെ പീനട്ടും മാജി രജിസ്റ്റർ എല്ലാവരും കൂടെ കളിക്കുന്ന ഒരു കിട്ടിലും പോലത്തെ മാച്ച് കേട്ടോ. എന്നാലും ഗൈസ് ഇറങ്ങിയ പാടേണ്ടല്ലോ നമ്മൾ ആ ഒരു ഭീമാസക്തി സ്ട്രിപ്പിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്റെ ഒരു മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഒരു സ്കോഡ് കളിക്കുന്ന സമയത്ത് അത്യാവശ്യം ഗൈസ് നല്ല കിടിലം പോലെ കളിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് മാത്രമല്ല ഗൈസ് നമ്മൾ എങ്ങനെ കളിക്കും, ബാക്കിയുള്ള ആൾക്കാരെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് കളിക്കണം എന്നൊക്കെ ഈ ഒരു മാച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഇറങ്ങിയ പാടാണ് ഞാൻ കില്ലെടുക്കാൻ വേണ്ടിയിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂട്ട് വേണം. കാര്യം ലൂട്ട് ഇല്ലാതെ എനിമയുടെ പോയി ചാവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡെഡ് ആയിട്ട് സ്പെക്കിലിരുന്ന അമ്മമാർ അങ്ങനെ കളിക്കും ഇങ്ങനെ കളിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ. സോ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ എനിക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് മാക്സിമം കേസ് ലൂട്ടൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു മാച്ചിനകത്ത് ഫൈറ്റ് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പക്ഷേ കേസിന്റെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെയൊന്നുമല്ല. അവരെ ഇറങ്ങി അവിടെ കിട്ടിയ കണ്ണ് വെച്ച് എന്നാലേ വേറെ വാട എനിമി എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കേസ് അവന്മാരെ കയറി അടിക്കാൻ വേണ്ടിയാണ് അവന്മാർ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും ഞാനും രജിസ്റ്റർ ഉണ്ടല്ലോ ആ ഒരു വിമാസക്തി സ്ട്രിപ്പിൽ നിന്ന് അത്യാവശ്യം കേസ് നല്ല രീതിക്ക് ലൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സരസും ആ ഒരു പീനട്ടും ഉണ്ടല്ലോ കിടിലം പോലെ കില്ല് കാര്യങ്ങളൊക്കെ അവിടുന്ന് വാരിപ്പറക്കി എടുക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് വേണ്ട ഗണ്ണ് കിട്ടിയിട്ട് മാത്രമേ ഞാൻ എന്തായാലും പോകത്തുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും, ഞാനിപ്പോൾ SMG ഗണ്ണ് മാക്സിമം യൂസ് ചെയ്യില്ല. ആ ഒരു SG ഗണ്ണില്ലേ ഗൈസ്, M10 അതേപോലെ ഗൈസ് മാഗ് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് വേണ്ട ഗണ്ണും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വരുന്ന വഴിക്ക് ആ ഒരു VSS സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സരസ് വന്നിട്ട് യൂസ് ചെയ്യും. സാറിനോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു VSS കിട്ടുവാണെങ്കിൽ മാർക്ക് ചെയ്യണമെന്ന്. അവൻ ഓൾറെഡി കോട്ട് ലിസ്റ്റേക്ക് കയറി ഫൈറ്റ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഭീമാസക്തി ഞാനുണ്ടല്ലോ അവിടുന്ന് മാർക്ക് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് വേണ്ടി VSS. അവൻ്റെ ഒരു കിടിലം മൊത്തം BA ആയിട്ടുള്ള ഗൺ കോംബോ ആണ്. അതൊക്കെ മാച്ച് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഞാൻ അവൻ്റെ POVയും കൂടെ ഞാൻ ഉണ്ടല്ലോ മാച്ചായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളും കൂടെ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. തൊട്ട് കാണാൻ നോക്കുന്ന സമയത്ത് ആ ഒരു പാലത്തിനകത്തുണ്ടല്ലോ നമ്മുടെ പീനട്ടിനെ ഒരുത്തിന് അടിച്ചു കൊന്നിട്ടുണ്ടായിരുന്നു. അവൻ എങ്ങനെ ചത്തത് എനിക്കറിയില്ല. എന്തായാലും വന്ന എനിമി നല്ല കിടിലം പോലെ ഉണ്ടല്ലോ ആ ഒരു കോഡ് വെച്ച് അടിച്ചിട്ട് അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പീനട്ടിനാണെങ്കിൽ അവിടെ നമുക്ക് റേസ് റിവൈവും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും പീനട്ട് റിവൈവ് ചെയ്തിട്ട് ആ നോക്കായി കിടക്കുന്നവനെ കിടുമ്പോൾ ഇമോട്ടൊക്കെ കാണിച്ച് വെറുപ്പിച്ച് നമ്മുടെ സ്കോഡിനെ തൊടാനായോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ രജിസ്റ്റർ ആണെങ്കിൽ പെട്ടെന്ന് പോയിട്ടുണ്ടല്ലോ പീനട്ടിനെ റിവൈവ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനെ നോക്കുന്ന സമയത്ത് എന്താണ് കേസ് അവിടുത്തെ കാർണേരിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ആരുടെ കാർണേരിയിട്ട് എന്തായാലും അവിടുത്തെ ഒരു AK എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല കേസ്, ഈ സമയത്ത് AK കിട്ടുമെന്ന് വെച്ചാൽ എന്തായാലും നൈസ് തന്നെയാണ്. കാര്യം ആ ഒരു കോഡിനൊക്കെ കുറച്ചധികം ബെറ്റർ തന്നെയല്ലേ AK. അത്യാവശ്യം കില്ലൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. മാത്രമല്ല എമീൻ അടിക്കുന്ന സമയത്തോ എന്നെ ഇക്കിളി കൂട്ടും അല്ലല്ലോ എന്നെങ്കിലും അവന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ആ ലൂട്ടും കല്ലൊക്കെ എടുത്തിട്ട് നേരെ കേസ് ഞാൻ മേളിലേക്ക് പോകുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിമാസക്തി ആ പൊക്കണ റിവേൽ പോയിന്റിലെ കേസ് അതിന്റെ ഇവിടുന്ന് എനിമി ഉണ്ടെന്ന് ചെറിയൊരു കോഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു കില്ലും കൂടെ ആരാ കില്ലൊക്കെ എടുത്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു കില്ലും കൂടെ കേസ് നൈസിൽ കിടക്കുന്ന സമയത്ത് അവിടെ എനിക്ക് AC-AT കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കേരളീയ കേസ് ഉണ്ടല്ലോ ആ ഒരു റൈഫിലറൊക്കെ മാറ്റിയിട്ട് ആ ഒരു മാർക്ക്മാൻ റൈഫിൾസ് ഇല്ലേ, അതായത് SKS അതേപോലെ AC-AT വുഡ്പക്കർ അങ്ങനത്തെ ഗൺസാണ് മാക്സിമം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. തൊട്ട് താഴെ നോക്കുന്ന സമയത്ത് പീനട്ട് അവരുടെ ലൂട്ടിലേക്ക് പോയ സമയത്ത് പിന്നെയും വീണിട്ടുണ്ടായിരുന്നു. താഴെയാണ് എനിമി, അതായത് കോട്ട് ലിസ്റ്റിന്റെ സൈഡിൽ എനിമിയാന്ന് എനിക്ക് മനസ്സിലായിട്ട് ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കി. ഒരുത്തരാണ് ആ വീട്ടിനകത്ത് തന്നെ കിടന്നിട്ട് എൻ്റെ മോനെ അവൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഒരു സ്ഥലത്ത് നിന്നിരുന്നെങ്കിൽ അവന് കുറച്ച് ഡാമേജ് കൊടുക്കാൻ വിചാരിച്ച് ഞാൻ മലയുടെ മണ്ടയ്ക്ക് നൈസ് അടിക്കേസ് താഴേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരവിടെ നിൽക്കുന്നതല്ലേ കയറിയും അടിച്ചേക്കാം. അവർ L ഷേപ്പിലേക്ക് കയറി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഗ്ലൂ വാളൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ മോനെ ആ ഒരു പാലത്തിൽ നിന്നൊക്കെ എനിക്ക് സപ്പോർട്ട് കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് നൈസ് അടിക്കേസ് ഞാൻ ഉണ്ടല്ലോ ആ ഒരു ട്രോഗണം പിടിച്ച് നേരെ അങ്ങോട്ട് കയറാൻ വേണ്ടി പോകുന്നത്. കയറുന്ന സമയത്ത് അവൻ ഓപ്പൺ വന്നു കഴിഞ്ഞാൽ പാലത്തുള്ളവന്മാർ എടുക്കും. ഇല്ലെങ്കിൽ കേസ് എനിക്ക് കില്ലെടുക്കാൻ വിചാരിച്ച് ഞാൻ നേരെ നോക്കുമ്പോഴത്തേക്കും അവരുടെ നിൽപ്പുണ്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യായിരുന്നു. അത്യാവശ്യം കേസ് അടിച്ച് അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ട്രോഗം വെച്ച് നല്ല കിടിലം പോലത്തെ കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പെട്ടെന്ന് അവൻ ചത്തിട്ടുണ്ടായിരുന്നു. അടുത്തുണ്ടല്ലോ ആ ഒരു പൊട്ടാസ് കണക്കിരിക്കുന്ന കേസ് എൻ്റെ മോനെ അവനിങ്ങനെ ഡാമേജ് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ മെഡിക്കറ്റ് യൂസ് ചെയ്യുമല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടുന്ന് പെടഞ്ഞ് കത്തയിലായിരുന്നു. ആ സമയം കൂടി സരസ് കേസ് നമ്മുടെ അടുത്തേക്ക് ഓടി വന്നതാണ്. അവനെ ഏതോ ഒരു എനിമി കാട്ടുവാഴ അടിച്ച് ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ കാട്ടുവാഴാണെങ്കിൽ എൻ്റെ മുമ്പിൽ ആ ഒരു മരവീടില്ല കേസ് അതിനകത്ത് ഗ്ലൂവാളൊക്കെ ഇട്ട് നിൽക്കുന്നു. ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കാം, മാർക്കൊക്കെ ചെയ്ത് വെച്ചേക്കാം. വെല്ലവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വിചാരിച്ച് ഞാൻ മാർക്കൊക്കെ ചെയ്തു. അറ്റ് ദി സെയിം ടൈം എൻ്റെ അടുത്തേക്ക് ഒരു പറന്ന് കേസ് മണ്ടക്കേക്ക് കയറാൻ വേണ്ടി നോക്കിയതാണ്. ദൈവമായിട്ട് അവൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും താഴെ എനിമി, തൊട്ട് മുമ്പിൽ എനിമി, അത് മാത്രമേ കേസ് റിവൈവ് പോയിന്റ് അവിടെ എനിമി ഫുള്ള് എനിമിയാണ്. അതുകൊണ്ട് എനിക്ക് മാഞ്ഞു പോയിട്ട് പെട്ടെന്ന് റിവൈവ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല കേസ് ഞാൻ ഉണ്ടല്ലോ ഗ്ലൂവാൾ ഇടുന്ന സമയത്ത് അവനാണെങ്കിൽ ഗ്ലൂവാൾ വെള്ളം ഇട്ടിട്ട് എൻ്റെ ഗ്ലൂവാൾ മൊത്തത്തിലേക്ക് പൊട്ടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മോനെ ഉള്ള ഗ്ലൂവാൾ മൊത്തം ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദി സെയിം ടൈം തൊട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു എനിമിയാണെങ്കിൽ മാഞ്ഞിട്ട് കേസ് നൈസായിട്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ആ ഒരു കണ്ടില്ല കേസ് ആ ഒരു എൽഷിപ്പിന്റെ മണ്ടയ്ക്ക് ഞാൻ കണ്ട ആ എനിമീനെ കേട്ടോ. എന്തായാലും അവനെ അടിക്കാൻ നമ്മുടെ പുറകിലുള്ള സരസനുണ്ടല്ലോ പെട്ടിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു അബദ്ധമായി പോകുന്നത് എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ. എന്തായാലും സരസന്റെ റിവാക്കാൻ വേണ്ടി ഒരു ഗ്ലൂ ആളൊക്കെ കിട്ടും. അപ്പോഴത്തേക്ക് ഷോർട്ട് റേഞ്ചിലേക്ക് ഒരു എനിമിയും കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു എനിമി വരുന്ന സമയത്ത് ട്രോഗം വെച്ച് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് കേസല്ലോ അവൻ കയറി വന്നിട്ടുണ്ടായിരുന്നു. ട്രോഗം വെച്ച് ഒറ്റ പിടുത്തമായിരുന്നു. എനിക്ക് ലൈഫ് നോക്കുക കേസ് എൻ്റെ അമ്മു അവനിങ്ങനെ ഒരടിക്ക് വീണില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ പടമായിട്ടുണ്ടായിരുന്നേ. കുഴപ്പമില്ല, അവനെ കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി മൊത്തം 3 കില്ല് നമ്മൾ ഈ ഒരു മാച്ചിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കേസ് മാപ്പിലേക്ക് നോക്കി നിർത്തും മൊത്തം പറ്റല്ലോ 46 പേര് സ്റ്റിൽ 48 പൊങ്ങിക്കൊണ്ടിരിക്കുവാണോ എൻ്റെ പൊന്ന് കേസ്. നല്ല രീതിക്ക് അലൈവ് ഉണ്ടായിരുന്നു കേട്ടോ.
സരസുവിന്റെ പെട്ടിക്കകത്ത് SKS കിടപ്പുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ വിട്ടു കൊടുക്കുന്നതല്ല, പക്ഷേ കേസ് കുഴപ്പമില്ല. സരസു SKSും വേറെ ഏതൊരു ലോങ് റേഞ്ച് ഗണ്ണും, രണ്ടും അങ്ങനത്തെ ലോങ് റേഞ്ച് ഗണ്ണ് വെച്ചിട്ടുള്ള കിടിലം പോലത്തെ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ കളിയാവുമ്പോൾ കളിക്കട്ടെ വിചാരിച്ച് അവർ SKS എടുക്കാതെ നൈസ് എടുക്കേസ് ഉണ്ടല്ലോ റിവേ പോയിന്റിലേക്ക്, നമ്മളുണ്ടല്ലോ ആ ഒരു ബങ്കറിന്റെ സൈഡിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബങ്കറിനകത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ, എനിക്ക് ആ ഒരു ചിപ്പ് മേടിക്കണം അവയ്ക്ക് ചെയ്യുന്നത്, അതിനുവേണ്ടി പോയതാണ്. പക്ഷേ കേസ് അവിടെ ഓൾറെഡി ഉണ്ടല്ലോ ആ ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ എനിമീസിനെ നൈസ് എടുക്കുക സ്പോട്ട് സരസു ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 3 പേരുണ്ട്. നേരെ അങ്ങോട്ട് നിന്ന് ആ 3 പേരുടെ വായ്പെട്ട് ചാകാതിരിക്കാൻ വേണ്ടി ഞാൻ റിഡ്ജ് ഒന്ന് ഹോൾഡ് ചെയ്ത് AC വെച്ചിട്ട് ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കി എവിടെ എനിമിനെ കാണുകയാണ്. കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തിട്ട് പയ്യെ കേസ് റഷ് ചെയ്ത് പുഷ് ചെയ്യാന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു എനിമിനെ കണ്ടു. 86 72 ഡാമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമാരെ ഗ്രൂ ആളൊക്കെ നിൽക്കുന്ന സമയത്ത് സരസ് നേരെ കയറി അറ്റാക്ക് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സരസ് കയറി അമാരെ ഒന്നൊന്ന് അടിച്ച് തുലക്കട്ടെ. ആ സമയത്ത് നമുക്കൂടെ കയറി സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ച് നോക്കുമ്പോഴത്തേക്കും സരസുവിനുണ്ടല്ലോ കിടിലം അടിച്ച് നോക്കെടുത്തു. പിന്നെ കേസ് നോക്കുമ്പോഴത്തേക്കും താഴെ ഉണ്ടല്ലോ ആ ഒരു ടവറിന് പുറകെ ഒരു എനിമി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു എനിമിനെ കണ്ടു എവിടെ അവൻ ഓളാടെ അവിടെ നില്ലടാ നീ ഒരുത്തരെ കൊല്ലാൻ വരുന്ന സമയത്ത് അവന്റെ ഓട്ടം, അവന്റെ കൂടെ കേസ് ഞാൻ വട്ടം നാരങ്ങ കളിക്കുകയാണ് കേട്ടോ. ഈ ഒരു ടവറിന്റെ ചുറ്റും കിടന്ന് ഞാൻ ഓടുന്നുണ്ടായിരുന്നു. അവൻ ഇപ്പോഴത്തെ സൈഡിൽ വന്ന് അവന് ഫേക്ക് ആക്കിയിട്ട് അവരെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. മൊത്തം കേസ് നമ്മുടെ 4ാമത്തെ കില്ലും കൂടെ അവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ M63 ചിപ്പ് കിടപ്പുണ്ട്. അത് വേണ്ട, ഓൾറെഡി AC ഉള്ളതുകൊണ്ട് അത് വേണ്ടെന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ടോക്കൺ മാറ്റി എനിക്ക് M10 എടുക്കണം കേട്ടോ. കാരണം ടോക്കണിൽ അത്ര പ്രാക്ടീസ് ഇല്ലെങ്കിലും M10 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ തൊടാൻ പറ്റത്തില്ല. അമ്മാതിരി പ്രാക്ടീസും കിട്ടിലും പോലെ കളിക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്ത ഗണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ M10 തന്നെയായിരുന്നു കേട്ടോ. എന്നാലും ഈ മാച്ച് കാണുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേസ് ഞാൻ മാത്രമല്ല എന്നെ കൂടെ കളിക്കുന്ന ആൾക്കാരും കിട്ടിലും പോലെ തന്നെ ഗേസ് ഈ ഒരു മാച്ച് കിട്ടിലും പോലെ കളിക്കുന്നവരായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ വാരി കൂട്ടാൻ വേണ്ടി നമ്മൾ കളിക്കുന്ന പോലെ കളിക്കുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ മാത്രം ഗെയിം പ്ലേ നോക്കേണ്ട ഗേസ് ഞാൻ പറ്റുവാണെങ്കിൽ ബാക്കിയുള്ള സരസുവിൻ്റെയും അതേപോലെ പീണറ്റിൻ്റെ ഒക്കെ ഉണ്ടല്ലോ POV ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എൻ്റെ ഗെയിം പ്ലേ മാത്രമല്ല അവരുടെ ഗെയിം പ്ലേയും കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോറോസ്, അതേപോലെ ഗേസ് ലോങ് റേഞ്ചിന് വേണ്ടി ഉണ്ടല്ലോ ലോറയും അതേപോലെ ലൂണയും അതേപോലെ കുനായും ഒക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇത് മാത്രമല്ല ഗേസ് ഈ സ്കിൽ കോംബോ തന്നെ കളിക്കുന്ന ആൾക്കാർ ആയിരിക്കത്തില്ല നിങ്ങൾ പലരും. അപ്പോൾ നിങ്ങളുമായിട്ട് കുറച്ച് സാമ്യമുള്ള ആൾക്കാരുടെ ഗെയിം പ്ലേ കാണാനല്ലേ നിങ്ങൾക്ക് കുറച്ച് താല്പര്യം ഉണ്ടാവുക. സോ സരസുവിൻ്റെ ആയാലും പീണറ്റിൻ്റെ ആയാലും അവർക്ക് ഓസ്കാറൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന കിടുമ്പോഴത്തെ പ്ലേയേഴ്സ് ആണ്. സോ അവരുടെ ഗെയിം പ്ലേ ഒന്ന് കണ്ടു നോക്കുക, വേറെ ലെവൽ തന്നെയായിരിക്കും. അതുപോലെ കണ്ട് നിങ്ങളൊന്ന് റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും പൊക്കുന്ന സ്ഥലത്ത് എനിമി ഉണ്ടെന്ന് പറഞ്ഞ് അവന്മാരെ കയറി നൈസ് ഗേസ് M10 വെച്ച് ഒരുത്തനെ അടിച്ചു. രണ്ടാമത്തനാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കിടിലം പോലെ ഡാമേജ് എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ കാര്യം അതെനിക്ക് ശരിയാകത്തില്ല കേട്ടോ. എന്തായാലും ആ പീനട്ട് കയറിയിട്ട് ആ ഒരു കില്ലും കൂടെ എടുത്ത് മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ വേറെ ലെവൽ. ഇതൊക്കെ ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ടീം വർക്ക് തന്നെയാണ് കേട്ടോ. സ്കോഡ് കളിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോയി 100 കില്ലെടുക്കുന്ന അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. സ്കോഡിൻ്റെ കൂടെ എത്രമാത്രം നിൽക്കുന്നു, ആ ഒരു സ്കോഡിനെ ബുയയിലേക്ക് എങ്ങനെ എത്തിക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ട് എത്തിക്കുന്നു എന്നതിലാണ് കാര്യം. ചുമ്മാ ഒരു മുമ്പിൽ ഒരു എമി വരുന്നു, അവനെ വൺ ടാപ്പ് അടിക്കുന്നു, കൊല്ലുന്നു, അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്കോഡ് കളിക്കുന്ന സമയത്ത് നല്ല കോർഡിനേഷനും നല്ല കമ്മ്യൂണിക്കേഷനും നല്ല രീതിക്കുള്ള സ്ട്രാറ്റജിയൊക്കെ യൂസ് കളിക്കുകയാണെങ്കിൽ അത് സെറ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും താഴെ ഒരു പൊക്കൻ വീട്ടിൽ എനിമി ഉണ്ടെന്ന് പറഞ്ഞ് ആ കോളും കേട്ടിട്ട് നമ്മുടെ പീനട്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന്മാർ അടിക്കാൻ വേണ്ടി ഒരുത്തണ്ടല്ലോ ഒളിച്ച മരവീട്ടോടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം കേസ് AC ആണ്, ഞാൻ കുറച്ച് പുറകിൽ നിന്ന് കളിക്കുന്ന ടീമും കൂടെ ആയതുകൊണ്ട് നേരെ കേസ് അവനെയും കടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ. പക്ഷേ കേസ് റഷ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ വേറൊരു എനിമി കൂടെ വന്നിട്ടുണ്ടല്ലോ. അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മുടെ റീസ്റ്റാർ കയറിയിട്ട് കിടിലം പോലെ അടിച്ച് അവന്മാരെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവൻ ചാടി വരുന്ന ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തു. പക്ഷേ ചാടി വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കില്ലും അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും AC മാറിയിട്ട് നമ്മളെ SBD എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ബുള്ളറ്റ് ആണ്. അതുകൊണ്ട് AR-MOയ്ക്ക് വേണ്ടി തപ്പി നടക്കണ്ടല്ലോ വിചാരിച്ച് മാത്രമാണ് നമ്മളുണ്ടല്ലോ ആ ഒരു SBD അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുണ്ടല്ലോ ഒരു ഹിറ്റ് ലിസ്റ്റ് നൈസ് അടിക്കുക അതിൽ കൂടെ വരുന്നുണ്ട്. ആർക്കും വേണ്ടാത്ത ഹെഡ് ലിസ്റ്റ് അല്ലേ, എന്നാൽ പിന്നെ അതങ്ങ് എടുത്തേക്കാൻ വിചാരിച്ച് ആ ഒരു സോണിന്റെ സൈഡിൽ കൂടെ പോയിട്ട് നേരിടല്ലോ അവനെ കൊല്ലാമില്ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇതുവരെ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് വലിയൊരു സപ്പോർട്ട് ആയിരിക്കും എനിക്ക്. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ കിടുമ്പോഴത്തെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പുതിയ കാര്യങ്ങൾ പരീക്ഷ നോക്കാനും പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ പൊട്ടനെ പോലെ വന്നവനെ അടിച്ചവരെ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല അവനെ നോക്കെടുത്തപ്പോഴത്തേക്കും ഹിറ്റ് ലിസ്റ്റിന്റെ സാധനം കേസ് അടുത്ത എനിമിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് സരസോടെ നോക്കായി ഡേ ആ ഹിറ്റ് ലിസ്റ്റിന് മുമ്പ് നീ പെട്ടോ എൻ്റെ പൊന്ന് ഗൈസ്. അവരെ രക്ഷിക്കാൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ കേസ് തൊട്ട് മുമ്പിൽ ഒരു എനിമിനെ കണ്ടുകൊണ്ട് അവനെ അങ്ങ് അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സരസ് ചത്തപാടാണ് കേസ് നമ്മുടെ ടീമിലുണ്ടല്ലോ അവനെ റിവൈവും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഈ ഒരു മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് മൊത്തം 7 കില്ല് 29 സ്റ്റിൽ ലൈവ് 11.4 റേറ്റിംഗും 1000 കോയിൻ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ കോയിൻ കൊണ്ട് വലിയ ഉപകാരം എനിക്കുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആവശ്യമില്ല. കാര്യം ഓൾറെഡി നമ്മുടെ സ്കൂളിലുള്ള ആൾക്കാരൊക്കെ അവയ്ക്കുള്ള ഒരു ബങ്കറൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. അവയ്ക്കൊക്കെ ചെയ്ത് കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബുള്ളറ്റും വേണ്ട, ഗണ്ണ് അപ്ഗ്രേഡ് കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ മാത്രമല്ല എൻ്റെ SBD ഓൾറെഡി ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല M10 അല്ലേ, അതൊന്ന് ഹോൾഡ് ചെയ്യാൻ കാര്യം മാഗ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ M10 ഒന്ന് മാറ്റണം എന്ന് ചെറിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോയിൻ
പോയും കളയാതെ അവസാനം വരെ പിടിച്ച് വെക്കുന്നത് കേട്ടോ. പിന്നെ തൊട്ട് താഴേക്ക് നോക്കുന്ന സമയത്ത് ഗൈസ് ആ സൈഡിൽ കൂടെ ഉണ്ടല്ലോ ആ ബാക്കിയുള്ള എനിമീസും കൂടെ സോണിലേക്ക് കയറാൻ വേണ്ടി നന്നായിട്ട് നോക്കുന്നുണ്ട്. സോണിലേക്ക് കയറുന്ന എനിമി ആയതുകൊണ്ട് അവന്മാർക്ക് ഒരടിക്കാൻ അവന്മാരെ തീർക്കാൻ പറ്റുന്ന നല്ല ഉറപ്പാക്കാനും സോണിൽ പെട്ട് ചത്ത് തൂങ്ങി കിടക്കുന്നവന്മാരായിരിക്കും. എന്നിട്ട് ഒരുത്തിനെ അടിച്ചു നോക്കായി അവനെ കംപ്ലീറ്റ് ആക്കി വേറെ ലെവൽ 12.1 റേറ്റിംഗും റേസ് റെക്കോർഡ് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നു കേട്ടോ. പിന്നെ സരസ് ആണെങ്കിൽ സിപ്ലിൻ അടിച്ച് നൈസ് അടിക്കുകയും നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ കോൾ അതാണ്. അവന്റെ കോൾ സമയത്ത് അവൻ പറയുന്നുണ്ട് അവന്റെ കൂടെ ഒരു എനിമിയും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ പിന്നെ സരസുവിന്റെ കൂടെ എനിമി വരുന്നുണ്ടെങ്കിൽ അവനെ എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങ് എടുക്കണമല്ലോ, സരസ്വർ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി പാടില്ലല്ലോ എന്ന് വിചാരിച്ച് അവന് ഷോർട്ട് റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ കേസ് ഞാൻ ആലോചിച്ചു, കാര്യം രണ്ടുപേരും സിപ്ലിൻ അടിച്ച് വരുവാണെങ്കിൽ അവന് സുഖമായിട്ട് ആ കില്ലിങ് എടുക്കത്തില്ലേ. പക്ഷേ കേസ് അവനത് എടുക്കുന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അവൻ എന്ത് കോളിലാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു സമയത്ത് എനിമിനെ കണ്ടില്ല. അറ്റ് ദി സെയിം ടൈം ഗൈസ് പീനട്ട് അവിടെ നോക്കായിട്ടുണ്ടായിരുന്നു. എന്റെ മോനെ ലാസ്റ്റ് സോണിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ ഒരാളുണ്ടല്ലോ ഡെഡ് ആയി പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഭയങ്കരമായിട്ട് റിവൈവ് ചെയ്യാൻ വേണ്ടി ഓടിക്കളിക്കണം, ലാസ്റ്റ് 3 നേരത്തെ കളിക്കണം, ഭയങ്കര ഷോക്കാണ്. അതുകൊണ്ട് ട്രീറ്റ് ഒക്കെ അടിച്ചിട്ട് അവന്റെ ലൈഫ് ബ്ലീഡ് ആകാതിരിക്കുക അവിടെ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ആ ഒരു എനിമി എവിടുന്ന് അടിച്ചെന്ന് പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിഡ്ജീന്ന് അടിച്ച് അവന്റെ തല പോലും കാണത്തില്ല, അവനെ കണ്ടുപോലും ഇല്ല. അവൻ റിഡ്ജീന്ന് എൻ്റെ കേസ് തല പോലും പുറത്തിടാതാണ് അടിച്ചത്, കൈവക്കി അടിച്ചതാന്നൊക്കെയാണ് പറഞ്ഞത്. സോ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവനെ കൊല്ലാൻ വേണ്ടി രജിസ്റ്റർ മുമ്പോട്ട് പോയ സമയത്ത് ഞാനും ലോങ്ങിൽ നോക്കുന്നുണ്ട്, എവിടുന്നേലും തല പൊക്കും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർ മാർക്ക് ചെയ്ത സ്ഥലം വെച്ചിട്ട് നൈസ് ഒരു കേസ് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, അവനെ ഷോർട്ട് റേഞ്ച് പിടിക്കാം എന്നും വിചാരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, അതായത് ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മാത്രമല്ല എനിക്ക് ഈ ഒരു സ്കോഡ് മാച്ച് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല ഗേസ്, എന്നേക്കാൾ കിടിലം പോലെ ടാക്ടിക് ഈ സ്കോഡ് കളിക്കുന്ന സമയത്ത് ടാക്ടിക്സ് ആൻഡ് ആ ഒരു സപ്പോർട്ട് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കോളൊക്കെ പക്കയായിട്ട് പറഞ്ഞാൽ മാത്രമേ സ്കോഡ് മാച്ച് നമുക്ക് കിടിലം പോലെ കളിക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാരുണ്ട് വായി മൊത്തം മിണ്ടായിരിക്കുന്നത്, അങ്ങനെയല്ല എൻ്റെ സ്കോഡ്. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരോട് അതും കളിക്കാറില്ല. സോ അതുകൊണ്ട് തമ്മിൽ ഹെൽപ്പ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിക്കുന്ന ഈ ഒരു മാച്ചിൻ്റെ ഫുൾ POV നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്തായാലും ഗേസ് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സരസുവിൻ്റെയും അതേപോലെ തന്നെ പീനട്ടിൻ്റെയും എല്ലാവരുടെയും ഗെയിമിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. തൊട്ട് പോയി നോക്കുന്നതിലേക്കും ഷോർട്ട് റേഞ്ച് നല്ല കിടിലം പോലെ എനിമിയായിരുന്നു. അവൻ ഇവിടുന്ന് വന്നെന്ന് പോലും അതില്ല, മാഞ്ഞിട്ട് തന്നെ കളിക്കാൻ വേണ്ടി നോക്കി. ഞാൻ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് സമയത്ത് ഞാൻ ചാവല്ലേ എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും റേസ് സ്റ്റാർ മാഞ്ഞിട്ട് ഗൈസ് ആ ഒരു സോണിനകത്ത് പോയിട്ട് എന്നെ റിവൈവ് ചെയ്തു. ലാസ്റ്റ് സോണിൽ ഗൈസ് 8 വരെ അലവുള്ള സമയത്ത് എന്നെ ഗൈസ് റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ആരോ പറന്നിറങ്ങുന്നുണ്ടെന്ന് പീനട്ട് പറയുന്നുണ്ട്. സത്യം ഞാൻ കണ്ടുപോലും ഇല്ല. അവനടിച്ച് നോക്കെടുത്തിട്ടുണ്ടെന്ന് വേറെ ലെവൽ കേട്ടോ. ഇറങ്ങിയോടെ ഗൈസ് ഗണ്ണ് അപ്പുറം നോക്കുമ്പോഴത്തേക്കും മാക്ടം കിടപ്പുണ്ടായിരുന്നു. തൊട്ട് മുമ്പിൽ ഒരു എനിമി കണ്ടു. എന്തായാലും എനിക്ക് വേണ്ടി വന്ന എനിമി കണ്ട് അവനെ സ്കോപ്പ് ചെയ്ത് ആ ഒരു നോക്ക് എടുത്തു. ആ ഒരു ലാസ്റ്റ് കില്ലിങ്ങിന് എടുത്ത് കിട്ടില്ല പോലത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോനെ വിഷയം കളി. ഏതായാലും ഗൈസ് നിങ്ങൾക്ക് മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കിടക്കും പോലത്തെ വീഡിയോ കാണാം. അതുവരെയും ബൈ ഗൈസ്. പിന്നെ എല്ലാവരുടെയും POV ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.